Hello everyone, good evening. Good evening to all. അപ്പോൾ നിങ്ങളുടെ സമയം എടുത്തിട്ട് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും നീറ്റ് അല്ലെങ്കിൽ കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും, കുട്ടികളും അവരുടെ പേരൻസും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡൗട്ടുകളും പിന്നെ എങ്ങനെ നീറ്റ് ആൻഡ് കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എനിക്ക് വളരെ ചുരുക്കം സമയമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. പക്ഷെ ഈ ചുരുക്കം സമയം എങ്ങനെ വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ട് നമുക്ക് നീറ്റ് ആൻഡ് കീം എങ്ങനെ മറികടക്കാം എന്നുള്ള ഈ ഒരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മനോരമ ഹൊറൈസൺ ആണ്. മനോരമ ഹൊറൈസന്റെ അക്കാഡമിക് ടീം ഉണ്ട്, ട്യൂട്ടേഴ്സിന്റെ ടീം ഈ മീറ്റിംഗിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് രീതിയിലുള്ള സംശയ നിവാരണത്തിനും ആയിട്ട് എല്ലാവരും സജ്ജരായിട്ടിരിക്കുവാണ്. അതുകൂടാതെ നമുക്ക് അവരെ കൂടാതെ നമ്മളുടെ കൂടെ ഉള്ളത് ഈ വെബിനാർ ലീഡ് ചെയ്യുന്ന വെബിനാറിന്റെ ലീഡിംഗ് സ്പീക്കറാണ് ഡോക്ടർ അജിത് ജെയിംസ് ജോസ് സർ. അദ്ദേഹം SB കോളേജ് ചങ്ങനാശ്ശേരിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തിന് ധാരാളം അക്കുലേറ്റ്സ് അദ്ദേഹത്തിന്റെ കരിയറിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ മേജർ അക്കുലേറ്റ് ഇസ് ദാറ്റ് ഹീസ് എ സെനറ്റ് മെമ്പർ ഇൻ MG യൂണിവേഴ്സിറ്റി, കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പർ ആണ്. അതേപോലെ തന്നെ ഹീസ് എ നാഷണൽ ഡോക്ടറൽ ഫെലോഷിപ്പ് അവാർഡി ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ഹിസ് ബാഗ്. സോ ഇറ്റ്സ് വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് വി ഹാവ് ഹിം വിത്ത് us ടുഡേ. അദ്ദേഹം നമ്മൾ കുട്ടികളുമായിട്ട് സംവദിക്കാനും എങ്ങനെയാണ് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നീറ്റ് ആൻഡ് കീം എങ്ങനെ ക്രാക്ക് ചെയ്യാം, എന്തൊക്കെയാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കുട്ടികളുമായിട്ട് സംവദിക്കുന്നതായിരിക്കും. അപ്പോ വെൽക്കം സർ, വെൽക്കം അജിത് സർ, ആൻഡ് വെൽക്കം you all from Manorama Horizons academic team and all the on behalf of all the tutors. My name is Anjali. ഞാൻ കണ്ടന്റ് ഹെഡ് ചെയ്യാണ്. ഞാൻ മനോരമ ഹൊറൈസന്റെ കണ്ടന്റ് ലീഡാണ്. അതേപോലെ തന്നെ നമ്മളുടെ കൂടെ ബാക്കിയുള്ള ട്യൂട്ടേഴ്സും അവൈലബിൾ ആണ്. സോ വൺസ് അഗെയിൻ ഐ എം വെൽക്കമിങ് അജിത് സർ. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് യുവർ ടൈം ഫ്രം യുവർ ബിസി ഷെഡ്യൂൾ സർ, ആൻഡ് ദെൻ over to you sir. Thank you so much. താങ്ക് യു അഞ്ജലി. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏകദേശം എത്ര പേരുണ്ട്? നമ്മൾ 120ഓളം പേര് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഇതിനകത്ത് പേരൻസ് ഉണ്ടാകും, സ്റ്റുഡൻസ് ഉണ്ടാകും. പേരൻസിനും സ്റ്റുഡൻസിനും ഒക്കെ ചെറിയ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പേരൻസിനോട് ആദ്യം പറയട്ടെ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അവരെ ഒന്ന് ഫ്രീ ആയിട്ട് വിടണം കേട്ടോ. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും കേട്ട് പഠിക്കടി, ആ പറയുന്ന കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നും പറഞ്ഞ് അവരെ ഞുള്ളുവൊന്നും ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഞുള്ളിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്നാണെന്നറിയോ? നിങ്ങൾ ഞുള്ളുമ്പോഴത്തേക്കും അവരെന്നെ ആയിരിക്കില്ല, അവർക്ക് എന്നോടായിരിക്കില്ല ദേഷ്യം തോന്നുന്നത്. എന്റെ പ്രായമായ വീട്ടിൽ ഇരിക്കുന്ന 77 വയസ്സുള്ള ഡാഡിയോടും മമ്മിയോടും ഒക്കെ ആയിരിക്കും അവർക്ക് ദേഷ്യം തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് വിടുക. നമുക്ക് ഒരു 45 മിനിറ്റേ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. അധികം വലിച്ചു നീട്ടില്ലാതെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്കറിയാം എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്, അല്ലേ? അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുവാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ബോക്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ചാറ്റ് ബോക്സ് ഉണ്ടോ? ഓക്കെ. എനിവേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് റിപ്ലൈ ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ചോദ്യം ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്തമാറ്റിക്സോ ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. കുസൃതി ചോദ്യമല്ല, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനു മുമ്പ് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ കേട്ടോ. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. അപ്പോ ചോദ്യം ഇതാണ്. ചോദ്യം വേറൊന്നുമല്ല, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളെക്കാട്ടിലും നിങ്ങളുടെ പേരൻസിനെക്കാട്ടിലും നിങ്ങളുടെ ടീച്ചേഴ്സിനെക്കാട്ടിലും ആകുലതയും ആകാംക്ഷയും ഒക്കെ ഉള്ളത് ആർക്കാണ്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ റിപ്ലൈ തരാം. ചാറ്റ് ബോക്സിൽ ആൻസർ എഴുതാനുള്ള അവസരമാണ്. ചോദ്യം ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളെക്കാട്ടിലും നിങ്ങളുടെ പേരൻസിനെക്കാട്ടിലും നിങ്ങളുടെ ടീച്ചേഴ്സിനേക്കാളും ഒക്കെ ആകാംക്ഷയും ആകുലതയും, ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആകാംക്ഷയും ആകുലതയും ഒക്കെ ഉള്ളത് ആർക്കായിരിക്കും? ഒന്ന് റിപ്ലൈ തരാമോ? ചാറ്റ് ബോക്സ് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ.
യെസ്, കറക്റ്റ് ആൻസറുകൾ നന്നായിട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ആ, നിഹ പലരും ആൻസർ പറയുന്നുണ്ട്. റിസ്വാന, തേജസ്, സ്പൈഡി മൗസ് പേരായിരിക്കും അല്ലേ അത്. അനീന എൽദോസ്, കാവ്യ, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. യെസ്, നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഇതുപോലെയുള്ള ഐറ്റങ്ങളെ നമ്മുടെ നാട്ടിൽ കാണാറില്ലേ, അല്ലേ? പള്ളി ചെല്ലുമ്പോ, അമ്പലത്തിൽ ചെല്ലുമ്പോ, ഏതെങ്കിലുമൊക്കെ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോ ഇങ്ങനെയുള്ളവരെ കാണും, അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ ആണോ നെഗറ്റീവ് മോട്ടിവേഷൻ ആണോ എന്ന് എനിക്ക് ഇതുവരെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവരൊരു പരിധി വരെ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കും, ടെൻഷൻ അടിപ്പിക്കും, ഇതൊക്കെ ചെയ്യുന്നവരാണ്. സത്യം പറഞ്ഞ ഇവര് നമ്മുടെ വേണ്ടപ്പെട്ടവരെക്കാളും ഒക്കെ ആകുലത അവർക്കാണ്. ഇനി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുവാണ്. നമ്മളൊക്കെ എന്തിനാ പഠിക്കുന്നത്? ദൈവത്തെ ഓർത്ത് ശാസ്ത്രത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മാത്രം പറയരുത്. കാരണം ശാസ്ത്രത്തോടുള്ള സ്നേഹം ഞാൻ ഇപ്പം 10 തൊട്ട് 4 വരെ ലാബ് ചെയ്യിപ്പിച്ചിട്ട് വന്ന് ഞാനിപ്പം വീട്ടിൽ പോയില്ല, കോളേജിലെ റൂമിലാണ്. അതുകൊണ്ട് ഞാന് ശരിക്കും നമ്മളൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? എന്താണ് നമ്മൾ ജോലി ചെയ്യുന്നത് തന്നെ എന്തിനാണ്? നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്താണ്? മണി. പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയാണ്. ആ ജോലി ചെയ്യുന്നത് എന്തിനാണ്? സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ നിങ്ങൾ പറയും, അല്ലെങ്കിൽ പാഷൻ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് മണിയാണ് ആവശ്യം, അല്ലേ? ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫിലോസഫിക്കൽ ആയിട്ടൊക്കെ പറയാം, കുഴപ്പമില്ല, നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ മൈക്കൊക്കെ കിട്ടുമ്പോഴത്തേക്ക് പറയാൻ നല്ലതാണ്. പക്ഷേ മണി, ചില ജോലികളുണ്ട് മണിയെ നമുക്ക് പവറും കിട്ടും. ചില ജോലികൾക്ക് ഒരു പവറുണ്ട്, ചില പ്രൊഫഷനുകൾക്ക് പവറുണ്ട്. അതുപോലെ ചില പ്രൊഫഷനുകൾ മണി, പവർ ആൻഡ് ഫെയിം. ഇനി ഞാൻ വേറൊരു കാര്യവും കൂടെ ചോദിക്കട്ടെ. നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണി. ഈ ഒരു കാര്യം നമ്മുടെ സ്കൂളിലൊന്നും ആരും പഠിപ്പിക്കാറില്ല. നമ്മൾ കാര്യം പറഞ്ഞ 10ാം ക്ലാസ്സിലും ഒക്കെ എക്കണോമിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഒത്തിരി പഠിപ്പിക്കാറില്ല. കാരണം ചിലരുടെയെങ്കിലും വിചാരം എന്താണെന്നറിയോ? പണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഒരു വലിയ തെറ്റാണ്. അല്ലെങ്കിൽ ചില രീതിയിൽ അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെയൊക്കെ പേരൻസ് കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ഉള്ളത്? അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഇൻകം കൊണ്ടല്ലേ നമ്മളൊക്കെ ഇന്ന് സർവൈവ് ചെയ്ത് നോക്കുന്നത്? ചിലപ്പം സ്വന്തമായ ഇൻകം ഉള്ളവരൊക്കെ ഉണ്ടായേക്കാം. എന്താണെങ്കിലും ആ ഇൻകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, നമ്മൾ പലപ്പോഴും ജോലി ചെയ്യുന്നത്, പഠിക്കുന്നത് നല്ലൊരു ജോലിക്ക് വേണ്ടിയാണ്. ജോലി ചെയ്യുന്നത് തീർച്ചയായും അതിനകത്ത് സാമൂഹിക പ്രതിബദ്ധതയും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇൻകം വേണം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഈ ഇൻകവും എക്സ്പെൻസും, ഞാൻ എക്കണോമിക്സ് അല്ല കേട്ടോ, നീറ്റിലേക്ക് പതുക്കെ വന്നോളാം. ഇൻകവും എക്സ്പെൻസും, നിങ്ങൾക്ക് നന്നായി ജീവിക്കണം. നിങ്ങൾക്ക് നല്ല ശമ്പളമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ നല്ലതാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളുടെ പേരൻസിന് നല്ലതാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള പലർക്കും നല്ലതാണ്. അതല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? ഇതാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ചിലർക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലായിരിക്കാം. ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പം ഒന്ന് ടൂർ പോകണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ, നമ്മുടെ ഒരു ചെറിയ ആഗ്രഹം പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പണമില്ലാതെ വരും. അതൊരു വലിയ തെറ്റാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളെ പറഞ്ഞു വരുന്നത് നമ്മൾ നല്ല ഒരു ഇൻകം ഉള്ള ഒരു ജോലി അത് നേടുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നോട് ഞാൻ ഒരു കാര്യം തുറന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ ഒരാഴ്ച മുമ്പ് ഏകദേശം ഒരു 2 ഹോസ്പിറ്റലിലായി ഒരു 6 ദിവസത്തോളം ഐസിയുവിലും ഒരു 2 ദിവസം കാഷ്വാലിറ്റിയിലും ഒക്കെ കിടന്നിട്ട് വന്നിരിക്കുന്നയാളാണ്. ഞാനതുകൊണ്ടാണ് ഇപ്പം യാത്ര ഒഴിവാക്കാൻ വേണ്ടി എസ്ബി കോളേജിൽ തന്നെയാണ്, അവിടുത്തെ എനിക്കൊരു റൂമുണ്ട്, അവിടെയാണ് ഇരിക്കുന്നത്. ഏത് സമയത്തും എന്റെ പുറകിലിരിക്കുന്ന ജനലിലേക്ക് അവിടുന്ന് കളിക്കുന്ന ഫുട്ബോൾ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല കളി അവിടെ നടക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോഴും എന്നോട് ഈ ഇതിന്റെ പരസ്യം കണ്ട എന്റെ ഒരു ഫ്രണ്ട്, എന്റെ കൊളീഗ് ചോദിച്ചു,
എന്തിനാണ് ഈ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നത്? നിനക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണോ? അതും അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയാണോ? ഞാൻ അവരോട് പറഞ്ഞു, 2 കാര്യമുണ്ട്. ഒന്ന്, ട്രെയിനിങ് എനിക്ക് ഇഷ്ടമാണ്. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ പി.എച്ച്.ഡി കഴിഞ്ഞപ്പോൾ എനിക്ക് വയസ്സ് 31 ആയി. 31 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചങ്ങനാശ്ശേരി എസ്.ബി കോളേജിലെ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ പലപ്പോഴും 31 വയസ്സായി ഒക്കെ ജോലിയൊക്കെ കിട്ടി പേരിന് മുമ്പിൽ ഡോക്ടർ എന്നൊക്കെ ആയെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ പി.എച്ച്.ഡി ചെയ്ത, എന്റെ തൊട്ടടുത്ത ലാബിൽ പി.എച്ച്.ഡി ചെയ്ത ജയലക്ഷ്മി, ഇപ്പൊ കൊറിയയിലാണ്. ജയലക്ഷ്മിക്ക് അന്ന് 25, 26 വയസ്സേ ഉള്ളൂ. ഒരിക്കലും ഞാനൊരു കമ്പാരിസൺ അല്ല പറഞ്ഞത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നറിയോ? ജയലക്ഷ്മിക്ക് കൃത്യമായി അറിയാമായിരുന്നു എം.എസ്.സി കഴിഞ്ഞപ്പോൾ എൻട്രൻസ് എഴുതി പി.എച്ച്.ഡിക്ക് ചേരണമെന്നുമൊക്കെ. ഞാൻ പക്ഷേ ഇടയ്ക്ക് പാഷനും അതും പല പല കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായൊരു തീരുമാനമെടുക്കാതെ നടന്നു. അതൊരു തെറ്റാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ പ്രോപ്പറായി ഒന്ന് ആരെങ്കിലും ഒരു ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ, എനിക്കൊരു ഗൈഡൻസ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എനിക്ക് പി.എച്ച്.ഡി തീർക്കാമായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ ഒരു ജോലിയിലേക്ക് എത്താമായിരുന്നു. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നത് എനിക്ക് അന്ന് പറ്റിയ അബദ്ധം. എനിക്ക് പലപ്പോഴും ഗൈഡ് ചെയ്യാൻ പലപ്പോഴും ആളില്ലായിരുന്നു. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് തരിക. ഇത് മാത്രമാണ് ഇന്നെന്റെ ഉദ്ദേശം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നീറ്റും കീമിനെ കുറിച്ചാണ്. ഞാൻ ഒരിക്കലും പറയില്ല നീറ്റും കീമുമാണ് ജീവിത വിജയത്തിനുള്ള വഴി എന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ പ്ലാറ്റ്ഫോം നീറ്റിനെ കുറിച്ചും കീമിനെ കുറിച്ചും പറയേണ്ട ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. പക്ഷെ എഴുതിയെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന കാര്യമായിരിക്കാം ഞാൻ ഈ പറയാൻ പോകുന്നത്. അറ്റ് ദ സെയിം ടൈം എന്നെ കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പുതിയ അറിവായിരിക്കും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഒരു 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 10 മിനിറ്റ് ഒരല്പം ക്ഷമ ഇതിനോടൊന്ന് കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് നീറ്റ് കീം എന്താണെന്നറിയില്ലാത്തവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ഇനി ഒരു 10 മിനിറ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നീറ്റിനെ കുറിച്ച് പറയാം. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. ഇതിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു പ്രവേശന പരീക്ഷയാണ്. ഓൾ ഇന്ത്യ തലത്തിൽ സമർത്ഥരായ വിദ്യാർത്ഥികളെ മെഡിക്കൽ, ബിരുദാനന്തര കോഴ്സുകളിലേക്ക്, നമുക്കിപ്പം ബിരുദത്തെക്കുറിച്ച് അറിഞ്ഞാൽ മതി, ബിരുദാനന്തര കോഴ്സുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് നീറ്റ്. എല്ലാ സംസ്ഥാനത്തെയും വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെറുതെ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് പറയുന്നത് പോലെ ഇത് ഭയങ്കര സിമ്പിൾ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉള്ള കാര്യം ഒന്ന് പറയാലോ, ഇതിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിനകത്ത് എല്ലാ സംസ്ഥാനങ്ങളിലെയും മെഡിക്കൽ കോളേജുകളിലെ ആകെ സീറ്റിൽ 15% ഓൾ ഇന്ത്യ കോട്ടയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. MBBS, BDS അഡ്മിഷനോടൊപ്പം തന്നെ ഈ ജിപ്മർ, എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിലെ BSc നഴ്സിംഗ് പോലുള്ള പല പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഈ നീറ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അഡ്മിഷൻ നടന്നത്. ഇനി നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കാണുന്ന നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമായി കേട്ടോ. 2024 മാർച്ച് 9 വരെ വൈകിട്ട് 5 മണി വരെ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അതേ ദിവസം തന്നെ 9 മണി വരെ ഫീസ് അടയ്ക്കാനും സാധിക്കും. ഈ 2024 മെയ് മാസം 5 ഞാൻ മാർച്ചാണ് ഉദ്ദേശിച്ചത് കേട്ടോ, മെയ് എന്നാണോ പറഞ്ഞതെന്നൊരു സംശയം. 2024 മാർച്ച് 9 വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 2024 മെയ് മാസം 5 നീറ്റ് പരീക്ഷ നടത്തുന്നത്. ഇനി പരീക്ഷയുടെ രീതി എന്ന് പറയാം. 3 മണിക്കൂർ 20 മിനിറ്റ് ആണ് പരീക്ഷ. ഈ 20 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കൂളിംഗ് ടൈം ആണ്. ഇനി ഇതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. കെമിസ്ട്രി, ഫിസിക്സ് വിഷയങ്ങളിൽ നിന്നും 45 ചോദ്യങ്ങൾ. അപ്പൊ ടോട്ടൽ എത്രയായി? 90 ചോദ്യങ്ങളുണ്ട്. ബയോളജിയിൽ നിന്നും 90 ചോദ്യങ്ങൾ. ബയോളജി നിങ്ങൾക്കറിയാം, ബോട്ടണി, സുവോളജി. അങ്ങനെ 180 ചോദ്യമുണ്ട്. ഇനി ഒരു ശരി ഉത്തരം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 മാർക്ക് കിട്ടും. ഇനി ഒരു ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കുണ്ട്, -1. അങ്ങനെ 180 ചോദ്യമുണ്ട്. ഈ 180 ചോദ്യവും ഒരു കുട്ടി ശരിയാക്കുകയാണെങ്കിൽ
720 മാർക്ക് ലഭിക്കും. ഇനി ഇതിന്റെ സിലബസിനെ കുറിച്ച് നമ്മൾ ഇത് കഴിയുമ്പോൾ ഒന്നുകൂടെ പറയുന്നുണ്ട്. എങ്കിലും NCERT സിലബസ് നിങ്ങൾ +2 പഠിച്ച അതേ സിലബസ് തന്നെ ആയിരിക്കും ഇത് ചോദിക്കുന്നത്. ആ കൺസെപ്റ്റുകളൊക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. വെറുതെ നമ്മൾ പഠിച്ചു പോയാൽ പോരാ, കൺസെപ്റ്റുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നീറ്റിന് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല കേട്ടോ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ MBBS BDS അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കീം രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ കീമിന് അപ്ലൈ ചെയ്യണം. പക്ഷെ പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. എന്നാൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, പല കോഴ്സുകളുണ്ട്. അത് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കീമിന്റെ പേപ്പർ 1 എഴുതണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ നീറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആപ്ലിക്കേഷന്റെ കാര്യങ്ങളുമൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ കിട്ടും. അത് പല ഭാഷകളിലുണ്ട്. നമ്മളൊക്കെ കൂടുതലും ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇനി കീമിനെ കുറിച്ചും നോക്കാം. എന്താണ് കീം? കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ അലൈഡ് എൻട്രൻസ് എക്സാം. ഇതിൽ നിന്ന് 4 വിഭാഗങ്ങളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ബിടെക്, BArch, ഫാർമസി, അതുപോലെ തന്നെ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ കേരള മെഡിക്കൽ സീറ്റുകളിലേക്ക്. ബിടെക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ മുഴുവൻ സീറ്റിലേക്കും, അതുപോലെ അൺഎയ്ഡഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, അതിലേക്കുള്ള 50% സീറ്റിലേക്കും കീമിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അഡ്മിഷൻ നടത്തുന്നത്. ഇനി കീമിന്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീമിന്റെ എൻട്രൻസ് ടെസ്റ്റ് എക്സാമിന്റെ മാർക്ക് 50%, പകുതി എടുക്കും. പിന്നെ +2ന്റെ മാർക്ക് പകുതി എടുക്കും. അങ്ങനെ പകുതി കീമിന്റെ എൻട്രൻസിന്റെ മാർക്ക്, പകുതി ഹയർ സെക്കൻഡറി +2ന്റെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടെ ചേർത്താണ് കീമിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി BArch, ഇതിൽ കീം പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. ദേശീയ തലത്തിൽ നടത്തുന്ന ആർക്കിടെക്ചർ പരീക്ഷയുടെ മാർക്കാണ് എടുക്കുന്നത്. പക്ഷേ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കീം രജിസ്റ്റർ ചെയ്യണം. ഇനി BPharm പോലുള്ള കോഴ്സുകളിലേക്ക് നോക്കുന്നവർക്ക് കീമിന്റെ പേപ്പർ 1 എഴുതിയാൽ മതി. പേപ്പർ പരീക്ഷയെ കുറിച്ച് ഞാൻ പറഞ്ഞ പേപ്പർ 1നെ കുറിച്ച് വരുന്നുണ്ട്. പേപ്പർ 1 പരീക്ഷ മാത്രം എഴുതിയാൽ മതി. ഈ കോഴ്സിന് പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതുപോലെ കേരള മെഡിക്കൽ MBBS, കേരള മെഡിക്കൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് MBBS BDS കോഴ്സുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ രജിസ്റ്റർ ചെയ്താൽ മതി. ഓൾറെഡി ഞാനത് പറഞ്ഞിരുന്നു. നീറ്റിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അഡ്മിഷൻ നടത്തുന്നത്. അതായത് ഒരിക്കൽ കൂടെ പറയട്ടെ, കേരളത്തിലെ MBBS BDS കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതണം. അതേപോലെ തന്നെ കീമിന് രജിസ്റ്റർ ചെയ്യണം. പക്ഷേ കീം എക്സാം നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. BAMSനൊക്കെ സ്പെഷ്യൽ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവും. ഇനി ബിടെക്കിന് പല കോഴ്സുകളുണ്ട്. ആ ബിടെക്കിന് അതുപോലെ തന്നെ പല കോഴ്സുകൾ, BAMS, BHMS, BSMS, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ. അതൊക്കെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ഇത്രയും കോഴ്സുകൾക്കൊക്കെ ഇതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും ഫാർമസി കോഴ്സുകളിലേക്കും കീമിന്റെ എൻട്രൻസിൽ നിന്ന് ആണ് അഡ്മിഷൻ നടത്തുന്നത്. ഇനി കീമിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ദേശീയ തലത്തിൽ പരീക്ഷ എഴുതിയാലും കീം എൻട്രൻസ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുകയുള്ളൂ. ഇനി ഇതിന്റെ പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പേപ്പറുകൾ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഇവിടെയും ഫിസിക്സും കെമിസ്ട്രിയും പേപ്പർ 1 ആണ് കേട്ടോ. അതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും പേപ്പർ 1-നകത്ത് 120 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 72 എണ്ണം ഫിസിക്സും 48 എണ്ണം കെമിസ്ട്രി ക്വസ്റ്റ്യനുമാണ്. 2.5 മണിക്കൂറാണ് ആ പരീക്ഷ. ഒരു പരീക്ഷ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കും, ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1 മാർക്കും കുറയും. അങ്ങനെ പേപ്പർ 1-ലെ എല്ലാ ഉത്തരവും ശരിയായി കഴിഞ്ഞാൽ 480 മാർക്ക് നേടാം. ഇനി പേപ്പർ 2 സ്വാഭാവികമായും എന്താണ്? മാത്തമാറ്റിക്സ് ആയിരിക്കും. അതിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ശരി ഉത്തരത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 മാർക്ക് നേടാം. എന്നാൽ ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് കുറയും. അങ്ങനെ പേപ്പർ 2-ലും നിങ്ങൾക്ക് തന്നെ കൂട്ടി അറിയാം, എല്ലാ ഉത്തരവും ശരിയാക്കുവാണെങ്കിൽ 480 മാർക്ക് ലഭിക്കും. അതായത് കീം എക്സാമിന് ആകെ മാർക്ക്
960 അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് കീം എൻട്രൻസ് എക്സാമിൽ മാത്സിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫിസിക്സ്, കെമിസ്ട്രി ഫസ്റ്റ് പേപ്പർ വരുന്നുണ്ട്, സെക്കൻഡ് പേപ്പർ മാത്സ് ആണ്. അതുപോലെ ഫാർമസി കോഴ്സ് മാത്രം നോക്കുന്നവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി ഫസ്റ്റ് പേപ്പർ മാത്രം എഴുതിയാൽ മതി. ഇനി ഇതുപോലെ തന്നെ പല എൻട്രൻസ് എക്സാമുകളും നടക്കും. ഞാൻ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം രണ്ട് രീതിയിലുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ളൂ. ഒന്ന്, ഞാൻ പഴയൊരു സിനിമ ഓർമ്മ വരികയാണ്. കിലുക്കം എന്ന സിനിമയിലെ ഇന്നസെന്റ് പറയാറില്ലേ, ഞാൻ ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അതും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും കേട്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഈ സൂം മീറ്റിംഗ് ഓഫ് ചെയ്തിട്ട് പോണം, ദൈവമേ ഇതെന്തൊക്കെയാ പറയുന്നത്, എങ്ങനെയെങ്കിലും ഒക്കെ ഈ +2 ഒന്ന് പാസ്സാവണം എന്നോർത്തിരിക്കുന്നതാണ്. അന്നേരം കൂടുതൽ പേടിപ്പിക്കുവാണോ നമ്മളെ? ഇനിയാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ധാരാളം യൂട്യൂബ് വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം കൊണ്ട് A+ കിട്ടും, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഫുൾ മാർക്ക് വാങ്ങിക്കാമെന്നൊക്കെ. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷെ എന്റെ ഇത്രയും നാളത്തെ അക്കാഡമിക് ലൈഫ്, അതിനകത്ത് ടീച്ചിങ് ഉണ്ട്, അതുപോലെ ഞാൻ PhD ചെയ്ത ഒരു 31 വയസ്സ് വരെയുള്ള കാലഘട്ടം, അതിനുശേഷം ഉള്ള 5-8 വർഷത്തെ ഏകദേശം 10 വർഷത്തോളമായി. അങ്ങനെ ആ ഒരു സമയത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ മെമ്മറി രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് പരീക്ഷയുടെ തലേദിവസം പഠിക്കുകയും ആ പഠിച്ചതെല്ലാം പരീക്ഷയ്ക്ക് വരികയും നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കുകയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ടെക്നിക്കലായിട്ട് ഞാൻ പോകുന്നില്ലെങ്കിലും ഒരു ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറിയും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കീമിനെ കുറിച്ചും നീറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഹയർ സെക്കൻഡറി തലത്തിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഇതിന്റെ കൺസെപ്റ്റുകൾ നന്നായി മനസ്സിലാക്കിയ ഒരാൾക്ക് നീറ്റ്, കീം ക്വാളിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളത്. ഞാൻ പ്രീ ഡിഗ്രിയാണ് പഠിച്ചത് കേട്ടോ. ഈ പ്രീ ഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ടായിരുന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങൾ നാളെ ഇത് അതേപടി യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. നിങ്ങൾ ചിലരെങ്കിലും പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പം ഓർക്കാറുണ്ടോ, അയ്യോ പഠിച്ചതായിരുന്നല്ലോ, പക്ഷേ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതുപോലെ എഴുതാൻ പറ്റുന്നില്ല, അല്ലേ? അല്ല അതുമല്ലെങ്കിൽ അയ്യോ മറന്നുപോയി, ആ ഇക്വേഷൻ മറന്നുപോയി, അല്ലെങ്കിൽ അയ്യോ അതങ്ങനെ അത് എന്നതായിരുന്നു അതിന്റെ യൂണിറ്റ് ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഓർക്കാറില്ലേ? ഞങ്ങൾ എക്സാമിനേഷന് നിൽക്കുമ്പം പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ കിടന്ന് ഭയങ്കരമായ അസ്വസ്ഥരാകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പല രീതിയിൽ ചിലർ പറയാറുണ്ട്, നന്നായിട്ട് പഠിച്ചതായിരുന്നു, ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല, പക്ഷേ പരീക്ഷ പാടായിപ്പോയി. ഉറങ്ങാത്തതിന്റെയും അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ +2 പരീക്ഷയൊക്കെ അടുത്തിരിക്കുകയാണെങ്കിലും ഒരു സിമ്പിൾ സെന്റൻസ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോയി എഴുതാൻ പറ്റൂ. രണ്ടാമത്തെ ചോദ്യം, പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും പരീക്ഷയ്ക്ക് എഴുതണം. ദാറ്റ് ഈസ് ഒരു റെപ്പറ്റീഷൻ ടെക്നിക്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. ഞാൻ ഒരു ചാപ്റ്റർ, നിങ്ങളുടെ മുമ്പിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ നിങ്ങൾ എടുക്കുക, ബയോളജിയോ, ഞാൻ സബ്ജക്റ്റ് പറയുന്നില്ല, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഏത് ടെക്സ്റ്റ് ആണെങ്കിലും എടുക്കുക. ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഒരു 20 പേജുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ, ഒരു 20 പേരുള്ള ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, നമുക്ക് തൽക്കാലം 5 പേജുള്ള 5 പേജ് വെച്ച് നമുക്ക് അങ്ങ് തിരിക്കാം. 5 പേജുള്ള 4 പാർട്ടായിട്ട് ഇതിനെ അങ്ങ് തിരിക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാവോ? ആദ്യത്തെ പോർഷൻ അങ്ങ് പഠിക്കുക. ആദ്യത്തെ പോർഷൻ പഠിച്ചിട്ട് ടെക്സ്റ്റിന്റെ പുറകിലോ അതുപോലെ പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളോ ഒന്ന് നോക്കുക. ആദ്യം പഠിക്കുമ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും, അത് നോക്കുക, അതൊക്കെ ഒന്ന് പഠിക്കുക. ദെൻ രണ്ടാമത്തെ പോർഷൻ ഉണ്ടല്ലോ, അതായത് 5 തൊട്ട് 10 വരെയുള്ള പേജുകൾ, അതൊന്ന് പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കുക. എന്നിട്ട് എക്സാമിനേഷന് വന്ന ക്വസ്റ്റ്യൻസ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് നോക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് മൂന്നാമത്തെ അല്ലെങ്കിൽ 10 തൊട്ട് 15 വരെയുള്ള പേജുകളല്ല. നിങ്ങൾ പഠിക്കേണ്ടത് 1 തൊട്ട് 5 വരെയുള്ള പേജാണ്. അവിടെ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, കുറെ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ട്.
ഇത് തന്നെയാണ് എക്സാം ഹോളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസവും എൻ്റെ MSc ക്ലാസ്സിൽ ഞാൻ അവരോട് പറഞ്ഞ ഒരു ഇന്റേണൽ മാർക്ക് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ അതേ വാചകം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങളെ തോന്നിപ്പിച്ചാൽ പോരാ, നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിലേ നമുക്കത് എക്സാമിനേഷൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ തിരിച്ചു വരാം. ആദ്യത്തെ സെഷൻ 1 തൊട്ട് 5 വരെയുള്ള പേജ് ഒന്ന് നോക്കുക. അവിടെ നിങ്ങൾ ആദ്യം പഠിച്ച അത്ര സമയം എടുക്കുകയില്ല. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇതുപോലെ നിങ്ങൾ അങ്ങ് പഠിച്ച എക്സാം ഹോളിലോട്ട് പോയിരുന്നെങ്കിൽ അത് മറന്നു പോകും. ആദ്യത്തെ ഒന്നുകൂടെ നോക്കുക. പിന്നെ പഠിക്കേണ്ടത് 5 തൊട്ട് 10 വരെയുള്ള സെഷനാണ്, പേജുകളാണ്. പിന്നീട് 10 തൊട്ട് 15 വരെയുള്ള പഠിക്കുക. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. പിന്നെ 4ലേക്ക് പോകരുത്, 1ലേക്ക് വരിക. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? അല്ലേ തന്നെ ഇത് വായിച്ചു തീർക്കാൻ പറ്റുന്നില്ല. ഇതിനിടയ്ക്കാണ് ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു 5 പേജ് 3-4 പ്രാവശ്യം പഠിക്കുന്നതെന്ന്. ഞാൻ പറയട്ടെ, ആദ്യത്തെ 1 തൊട്ട് 5 വരെയുള്ള ആ ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾ 2ാമത്തെ പ്രാവശ്യം റിവിഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ടൈം അവിടെ എടുക്കില്ല. കാരണം ഓൾറെഡി നിങ്ങൾ 2 പ്രാവശ്യം അത് പഠിച്ചു കഴിഞ്ഞു. ദെൻ 2ാമത്തെ പോർഷനിലേക്ക് പോകുന്നു, പിന്നെ 3ാമത്തെ പോർഷനിലേക്ക്, പിന്നെ 4ാമത്തെ പോർഷൻ. ഇത് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്കും 1ാമത്തെ പോർഷൻ ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും. 2ാമത്തെ പോർഷൻ 5 തൊട്ട് 10 വരെയുള്ളത് ഒരു 3 അല്ലെങ്കിൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. 3ാമത്തെ പോർഷനും റിപ്പീറ്റ് ചെയ്യും. 4ാമത്തെ പോർഷൻ ഏറ്റവും ലാസ്റ്റ് പഠിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമയിലെ സീനുകളല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത്. അതുകൊണ്ട് 4ാമത്തെ പോർഷൻ ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് റിവിഷൻ നടത്തിയാൽ നിങ്ങളുടെ തലയിൽ ഓർത്തിരുന്നുകൊള്ളും. ഇതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം പഠിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഒത്തിരി സമയം എടുക്കില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഇങ്ങനെ പഠിച്ചത് നിങ്ങളുടെ എക്സാമിനേഷൻ ഹോളിൽ കൃത്യമായി നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി വേറൊരു കാര്യവും കൂടെ പറയാം. എന്താണ് പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകരുടെ സൈക്കോളജിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകർ, എന്നെ കേൾക്കുന്ന പല മാതാപിതാക്കളും അധ്യാപകരാണ് എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പരീക്ഷാ പേപ്പർ നോക്കുന്നതും അല്ലെങ്കിൽ ഇൻവിജിലേഷൻ ഡ്യൂട്ടി ചെയ്യുന്നതും ഒക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണെങ്കിലും, പക്ഷെ നമുക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ എന്താണ് നോക്കുന്നത്? ഈ പരീക്ഷാ പേപ്പറുകൾ നമുക്കൊരു കറക്റ്റ് സമയം തന്നിട്ടുണ്ട്. 20 പേപ്പർ ഒരു ദിവസം നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പം അതിനർത്ഥം ഒരിക്കലും നമ്മൾ ഉത്തരവാദിത്തമില്ലാതെ സ്പീഡിൽ നോക്കുന്നു അങ്ങനെയല്ല കേട്ടോ. മറിച്ച് നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് നോക്കി നമ്മുടെ ജോലി തീർക്കുക. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മൾ ജോലി തീർക്കാൻ വേണ്ടി ചെയ്യും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാല്യൂ പോയിന്റ്സ് അവർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് കാണത്തക്ക രീതിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ അല്ലെങ്കിൽ വേണ്ട രീതിയിലോ ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ എഴുതുക. വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാൻ ശ്രമിക്കുക. ഇത്തിരി മോശം ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ കുറച്ച് 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനൊന്നും പറ്റില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, മാക്സിമം നന്നായിട്ട് എഴുതുക. അങ്ങനെയുള്ളവർക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പല പേനകളൊന്ന് മാറ്റി നോക്കുക. ചിലപ്പം ചില പേന കൊണ്ട് എഴുതുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കും. വളരെ മോശം ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ ഡോണ്ട് യൂസ് ബ്ലാക്ക് പെൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വേറെ നീലയ്ക്ക് പ്രത്യേകത ഉണ്ടായിട്ടോ കറുപ്പ് മോശമായതുകൊണ്ടോ ഒന്നുമല്ല. കുറച്ചും കൂടി ഒരു വ്യത്യാസം അതിൽ ഉണ്ട്. പേപ്പർ നോക്കുന്നവരുടെ സൈക്കോളജിയാണ്, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷേ കുറച്ചും കൂടി ഒരു ഭംഗി, തീരെ മോശം ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ ബ്ലൂ പെൻ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ ഈ പറഞ്ഞ റെപ്പറ്റീഷൻ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുക. ഞാനിത് പറഞ്ഞത് ഒരു മോട്ടിവേഷണൽ ട്രെയിനറുടെ, അല്ലെങ്കിൽ പലരും പറയാറില്ലേ, നിങ്ങളെ കൊണ്ട് IAS സിവിൽ സർവീസ് പെട്ടെന്ന് സാധിക്കും. ഈ പറയുന്നവർക്കെങ്കിൽ ആയിക്കൂടായിരുന്നു. ഞാനിത് പറയുന്നത് ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ ട്രെയിനർ പറഞ്ഞതുകൊണ്ടല്ല. ഞാൻ എൻ്റെ അക്കാഡമിക് ലൈഫിൽ ഞാൻ ഈ ട്രിക്ക് പഠിച്ചത് 9ാം ക്ലാസ്സിൽ വെച്ചാണ്. അന്ന് തൊട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ PhDക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കോഴ്സ് വർക്ക് ഉണ്ട്. അന്ന് പോയപ്പോഴും ഇതേ ട്രിക്ക് തന്നെയാണ് യൂസ് ചെയ്തത്. ഞാൻ ഇനി എന്തുകൊണ്ട് ഇത് ഇപ്പൊ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓർത്തേക്കാം ഇത് നീറ്റിന്റെയും കീമിന്റെയും ക്ലാസ് അല്ലേ എന്ന്. ഇവിടെ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഈ സംഗതി നിൽക്കും, അല്ലെ? ഇവിടെയാണ് നമുക്ക് ലോങ് ടൈം മെമ്മറി ആവശ്യം. നിങ്ങളുടെ +2 എക്സാം കഴിഞ്ഞിട്ട് ഇതെല്ലാം മറക്കാൻ വേണ്ടിയുള്ളതല്ല. നമുക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഒരു പ്രൊഫഷൻ നല്ലതെന്ന് പറയുന്നില്ല, ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ആയിരിക്കാം, MBBS ആയിരിക്കാം, അല്ലെങ്കിൽ BDS ആയിരിക്കാം. നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിലും
ഞാൻ ഒന്നും കൂടെ എടുത്തു പറയട്ടെ, ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിലും, ഇതുവരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലെങ്കിലും, നിങ്ങൾ ഒന്ന് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ സ്ലൈഡ് കുറെ നേരമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. മെന്റർഷിപ്പ്. എന്താണ് മെന്റർഷിപ്പ്? ഈ മെന്റർമാർ എന്താ ചെയ്യുന്നതെന്നറിയോ? മെന്റർമാർ എന്ന് വെച്ചാൽ ടീച്ചർ അല്ല കേട്ടോ. മെന്റർമാര് നിങ്ങളോട് പറയും, ഈ രീതിയിൽ പൊക്കൂ, അല്ലെങ്കിൽ അവര് നിങ്ങളെ മനസ്സിലാക്കുന്നവരായിരിക്കും. അവര് പറയും, നിങ്ങൾ ഈ രീതിയിൽ പൊക്കോ, അല്ലെങ്കിൽ നിനക്ക് ഇന്ന പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, ഇന്ന നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, ഈ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ നിനക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട്, ആ കഴിവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു പ്രൊഫഷനിൽ എത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് പോലെ ഒരു മെന്ററെയാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം. നിങ്ങളൊരു എൻട്രൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻട്രൻസ് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണല്ലോ ഈ സൂം മീറ്റിംഗിൽ നിങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത്. ചിലരെങ്കിലും ലോങ് ടൈം കോഴ്സുകളിലൊക്കെ പോയിട്ടുള്ളവരായിരിക്കാം. ചിലര് ഇനി ആയിരിക്കാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവിടെയാണ് നല്ലൊരു മെന്റർ ആവശ്യം. ചുമ്മാ എന്തെങ്കിലും ടീച്ചറെ അല്ലെ സാറേ ഇനി എന്നാ ചെയ്യണ്ടേ, നീ പോയി അങ്ങ് പഠിച്ചോ, നന്നായിട്ട് പഠിച്ചോ, നന്നായിട്ട് പഠിച്ചാൽ വലിയ ആളാവും, ഇങ്ങനെ പറയുന്നവരെ അല്ല നമുക്ക് ആവശ്യം. കൃത്യമായിട്ടും പറഞ്ഞു തരണം. ബയോളജിക്കകത്തെ, ഫിസിക്സിനകത്തെ, കെമിസ്ട്രിക്കകത്തെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സബ്ജക്റ്റിനകത്തെ ഇന്ന ഇന്ന ടോപ്പിക്കുകളൊക്കെ പഠിച്ചാൽ, ഇന്ന രീതിയിൽ പഠിച്ചാൽ നിനക്ക് എൻട്രൻസിന് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എത്ര നന്നായിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്തിനും ഒരു പ്രാക്ടീസ് വേണം. ഞാനിപ്പോ ഇരിക്കുന്നത് SB കോളേജിന്റെ ഒരു ഗ്രൗണ്ടിൽ, നിങ്ങൾ ചങ്ങനാശ്ശേരിക്കാരോ അല്ലെങ്കിൽ കോട്ടയംകാരോ ഉണ്ടായിരുന്ന ഗ്രൗണ്ടിന് തൊട്ടിപ്പുറത്തുള്ള ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങളുടെ കോളേജിൽ ഇപ്പം വൈകുന്നേരം 4 മണി തൊട്ട്, ഇപ്പോ സമയം 7 മണിയൊക്കെ ആവും തോന്നുന്നു, അതുകൊണ്ട് അവരൊക്കെ പോയി കാണും. ഒരു 6:30 വരെ അവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യാണ്. എല്ലാവരും നല്ല ഓട്ടക്കാരാണ്. പലരുടെയും പടം സ്പോർട്സ് കോളത്തിൽ ഞാൻ കാണാറുണ്ട്. ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഇവരെന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇവര് നല്ല ഓട്ടക്കാരല്ലേ? എങ്കിൽ എന്തിനാ ഒരു കോച്ചിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്നത്? ചിലപ്പോൾ ഞാൻ അവിടെ കാണാറുണ്ട്, കോച്ച് അവരോട് ഗൈഡൻസ് നല്ല കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരോട് ഇത്തിരി വഴക്ക് പറയുന്നു, ഇങ്ങനെയല്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അവരതനുസരിച്ച് ചെയ്യാറുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരുടെ പടം മനോരമയിലെ സ്പോർട്സ് പേജിൽ കാണും. ഒരു ഗൈഡൻസ്, ഒരു മെന്റർഷിപ്പ്, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ, ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് കുറച്ച് പേർ ആവശ്യമാണ്. പ്രധാനപ്പെട്ട കുറച്ച് പോർഷനുകളുണ്ട്. എല്ലാം ചിലപ്പോൾ ഞാൻ ഉള്ളത് പറയാറില്ല, ഞാൻ വെറുതെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. ഞാൻ ചുമ്മാ വെറുതെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. എന്റെ MSc ഒരു കുട്ടിയുണ്ട്. കുട്ടിക്ക് ശാരീരികമായി കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. ആ കുട്ടി ഞാൻ പഠിപ്പിക്കുന്ന പോർഷനുമുണ്ട്, വേറൊരു സാറ് പഠിപ്പിക്കുന്ന പോർഷനുമുണ്ട്. ഇതാണ് ഒരു പേപ്പറിന്റെ പേര് ഒന്നും ഞാൻ പറയുന്നില്ല. ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, തീരെ മേല, ആ കുട്ടിക്ക് പനിയായിരുന്നു. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എന്റെ പോർഷൻ വളരെ ടഫാ. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യേ, എന്റെ പോർഷൻ പഠിക്കണ്ട, മറ്റേ ആ സാറിന്റെ പോർഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആണ്, അത് പഠിച്ച് എന്നിട്ട് പറ്റുന്നത് പോലെ എന്റെ പോർഷൻ പഠിക്ക്. കാരണം രണ്ടിനകത്തും ഈക്വൽ ആയിട്ട് മാർക്ക് വരും. ഇയാളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനിപ്പോ പഠിച്ചോ എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. ആ കുട്ടി വലിയ മാർക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ അതും പറയണല്ലോ, വലിയ മാർക്കൊന്നും കിട്ടിയില്ല. പാസ്സാവുന്നതിനേക്കാൾ ഒരു 2-3 മാർക്ക് കൂടുതൽ കിട്ടിയ കുട്ടി, പക്ഷെ പാസ്സായി. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു കുറച്ചു കാലം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റില്ല. പക്ഷേ വെറുതെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് കൃത്യമായ ഗൈഡൻസ്, കൃത്യമായ മെന്റർഷിപ്പ്, അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞു തരാൻ കുറച്ച് പേര് വേണം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഫോർ നീറ്റ് എന്ന് വെച്ചാൽ ഇത് മാത്രമാണോ ഉള്ളത്? +1-നും +2-നും പഠിക്കുന്ന എല്ലാം ഇതിനകത്തില്ല. നിങ്ങൾക്ക് ഈ സ്ലൈഡ് കാണുമ്പോൾ അറിയാം. ഫിസിക്സിന്റെ പോർഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. യൂണിറ്റ്സ്, മെഷർമെന്റ്സ് തൊട്ട് ഇലക്ട്രോണിക് ഡിവൈസസ് വരെയൊക്കെ ഉണ്ട്, അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അതുപോലെ കെമിസ്ട്രി, അതിനകത്ത് ചില കുറച്ച് പോർഷൻസേ ഉള്ളൂ, എല്ലാ പോർഷൻസും ഇല്ല. അതുപോലെ ബയോളജിയിലെ ബോട്ടണി, സുവോളജി എല്ലാം ചേർന്ന്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അറിയോ? വർഷങ്ങളായിട്ട്
ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവര് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ന ഇന്ന ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം അതുകൊണ്ട് ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഒരു ക്രാഷ് കോഴ്സ്, ഒരു ഷോർട്ട് ടൈം കോഴ്സ് പഠിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം വെറുതെ പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഷോർട്ട് ടൈം കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മറിച്ച് അവർക്കും എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ കീമിനും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. വർഷങ്ങളായി ഒരു ടീം, കുറച്ചു നേരം മുമ്പ് അഞ്ജലി മാം നിങ്ങളോട് പറഞ്ഞു, ഒരു ടീം ഇവിടെ വർക്ക് ചെയ്യുന്നു അല്ലെ? അവര് നോക്കിയിട്ട് ഇന്ന ഇന്ന സ്ഥലത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ഒരു രീതിയിൽ അവര് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും റീസെന്റ് കോഴ്സിനെ കുറിച്ച് പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു ക്രാഷ് കോഴ്സിന് പോയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളെ നുണ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യില്ല. ഈ 2 വർഷം പഠിപ്പിച്ചത് മുഴുവൻ ഈ കുറച്ച് ദിവസം കൊണ്ട് പഠിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു നുണയനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാമല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് ചുമ്മാ കിലുക്കി നമ്മള് ഒരു ലോട്ടിട്ട് എടുക്കുന്നത് പോലെയല്ല. കുറേ നാള് നോക്കി ഇന്ന പോർഷൻ നിന്നാണ് വരുന്നത്. അതനുസരിച്ച് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇടയ്ക്ക് ഞാനൊരു കഥ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഞാന് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഏകദേശം 2000 കാലഘട്ടത്തിലാണ്. എന്റെ നിങ്ങളുടെയൊക്കെ പേരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് അറിയാൻ പറ്റും. അന്ന് എൻട്രൻസിന് ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ കോച്ചിങ്ങിനൊന്നും പോയില്ലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻട്രൻസ് ഒന്നും എനിക്ക് അത്ര, എന്റെ വിചാരം ഇതൊക്കെ ഭയങ്കര പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ എൻട്രൻസിന് അപ്ലൈ ചെയ്തു. നല്ല പനിയായിരുന്നു അന്ന്, എന്തോ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ കുസാറ്റിന്റെ എൻട്രൻസ് അന്ന് പ്രത്യേകം നടക്കുന്നുണ്ടായിരുന്നു. അത് എഴുതി. എന്നിട്ട് ഞാൻ അതിന്റെ റിസൾട്ട്, ആദ്യത്തെ റാങ്കിലൊന്നും ഇല്ലല്ലോ, നമ്മൾ ഒരു കോച്ചിങ്ങിനും പോയിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. ഞാൻ കെമിസ്ട്രിക്കാണ് ചേർന്നത്. അപ്പം ഫിസിക്സും ഞങ്ങൾ ഒരുമിച്ചാണ്, മാത്തമാറ്റിക്സ് ഒരു ക്ലാസ് ആണ്. അന്ന് കുറെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കുറെ പേർക്ക് ഒരു ഇന്റർവ്യൂ കാർഡ് വന്നു, സ്പോട്ട് അഡ്മിഷൻ. അപ്പൊ ഈ സ്പോട്ട് അഡ്മിഷന് ചെല്ലുമ്പോൾ റാങ്ക് കൂടുതലുള്ളവർക്കാണല്ലോ സ്വാഭാവികമായിട്ട് അവർ കൊടുക്കുന്നത്. അങ്ങനെ എന്റെ കൂട്ടത്തിലുള്ള 2-3 കുട്ടികൾ, ഞാൻ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ദിവ്യ, അമ്പിളി, ദിലീപ്, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ പോയി. അതിൽ 1-2 പേർക്ക് കിട്ടി. 1-2 പേർക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പം അവര് പോവാന്നൊക്കെ പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ കോച്ചിങ്ങിനൊക്കെ പോയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ കോച്ചിങ്ങിന്, അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല, ഏകദേശം 2000-3000 സീറ്റുകൾ മാത്രമുള്ള ഒരു കാലഘട്ടമാണ് കേട്ടോ. അപ്പം അവര് പറഞ്ഞു, ഞങ്ങളൊന്നും പോയില്ലായിരുന്നു, പക്ഷേ ഞങ്ങളൊരു ക്രാഷ് കോഴ്സിന് പോയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യരുത്, ചുമ്മാ പോയി അതും ഇതും കറപ്പിക്കരുത്, അല്ലെങ്കിൽ ചുമ്മാ ഭാഗ്യം പരീക്ഷിക്കേണ്ട സ്ഥലമല്ല എൻട്രൻസിന്റെ എക്സാം, അല്ലെങ്കിൽ അത് ശരി നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ 4 മാർക്ക് ഉണ്ട്, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. അതുപോലെ എന്റെ കൂട്ടത്തിലുള്ള പല കുട്ടികളും പോയിരുന്നു. പല എൻട്രൻസുകളുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ നീറ്റ് കീം അല്ലാതെ വേറെ പല എൻട്രൻസുകളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, എന്നെക്കാളും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പല എൻട്രൻസുകൾക്കും ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഒരൊറ്റ സ്ലൈഡ് ഞാനൊക്കെ ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ അന്ന് കുറച്ച് പഴഞ്ചനായി പോയി. കുറച്ച് അപ്ഡേറ്റഡ് ആവേണ്ടതായിരുന്നു. നിങ്ങൾ അപ്ഡേറ്റഡ് ആവുക, കല്ലിട്ടുകൊണ്ടിരിക്കാതെ അപ്ഡേറ്റഡ് ആവുക. കാരണം ഇതൊരവസരമാണ്. ഈ അവസരം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. ഇത് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി വേറൊരു മോട്ടിവേഷണൽ ട്രെയിനറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ആ പ്രൊഫഷനോ മാത്രമല്ല ജീവിത വിജയത്തിന്റെ വഴി കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് പറയട്ടെ, നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നല്ല ഒരു രീതിയിൽ, നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. സമയമായെന്ന് തോന്നുന്നു.
സംഗതി ഇത്രയേ ഉള്ളൂ. ഞാന് എന്റെ വീട് തലയോലപ്പറമ്പിലാ. ഞാൻ രാവിലെ ഞാനിപ്പം എനിക്ക് ഹെൽത്ത് ഇഷ്യൂവിന്റെ കാര്യം പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ എന്റെ ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ റൂമിൽ താമസിക്കുന്നത്. ഞാൻ രാവിലെ മെമൂനാ പോന്നുകൊണ്ടിരുന്നത്. ഞാൻ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറുമ്പം എന്റെ കൂടെ ഇനിയുള്ള പേരുകളൊക്കെ ഞാൻ മാറ്റിയാട്ടോ പറയുന്നത്. കാരണം അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരു 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 പെൺകുട്ടി കയറുമായിരുന്നു. ഞങ്ങളുടെ ഫിസിക്സ് ആയിരുന്നു. അപ്പൊ ആ കുട്ടി കയറുമായിരുന്നു. അങ്ങനെ ഞങ്ങള് ഇടയ്ക്ക് കാണും. ഇടയ്ക്ക് ചിലപ്പം ട്രെയിനിൽ തിരക്കുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ അടുത്ത് വരാറുണ്ട്. ഇടയ്ക്ക് സംസാരിച്ചിരിക്കും. വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ കാണും. ട്രെയിനല്ലേ. അപ്പം സീറ്റ് അടുത്തടുത്തൊന്നും വരണമെന്നില്ല. എങ്കിലും കാണുന്ന ഒരു സന്തോഷമാണ്. കോളേജിൽ പഠിച്ച ഒരാളെ കാണും. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കും. ആ കൂട്ടത്തിൽ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല കേട്ടോ. മനഃപൂർവ്വം പറയാത്തതാണ്. ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം വൈകുന്നേരം യാദൃശ്ചികമായി ഞങ്ങൾ ഒരു ട്രെയിനിൽ വന്നു. അപ്പം എന്റെ അടുത്ത് തന്നെ വന്നു. ഞങ്ങൾക്ക് അടുത്തിരിക്കാൻ പറ്റി. അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചു, ട്രെയിനിങ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു. പറഞ്ഞു, രാവിലെ തൊട്ട് ഉച്ച വരെ നിന്നെപ്പോലൊരു മോട്ടിവേഷണൽ ട്രെയിനർ വന്ന് അതും ഇതൊക്കെ പറയുമായിരുന്നു. കുറെ ഗെയിം ഒക്കെ കളിപ്പിച്ചു. ഗതികേട് കൊണ്ട് ഞങ്ങൾ അതെല്ലാം കാണിച്ചു ചെയ്തു. ഇനി നീ എങ്കിലും പോകുമ്പോ എങ്ങും പോയി ഈ ഗെയിം ഒന്നും ചെയ്യിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. പിന്നെ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നെ ഒന്ന് കളിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഗെയിം ഒന്നും കളിപ്പിക്കുന്ന ഒരു മോട്ടിവേഷണൽ ട്രെയിനർ ഒന്നും അല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ഉച്ച കഴിഞ്ഞ് മീറ്റിംഗ് ആയിരുന്നു. ഞാൻ ഫ്രണ്ടിലത്തെ കസേരയിലായിപ്പോയി. ഞാൻ പ്രസംഗം കേട്ട് കേട്ട് കത്തിയാണല്ലോ, ഭയങ്കര കത്തിയാണല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ വാട്സപ്പിൽ അതും ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് വന്ന്, പേര് ഞാനൊന്ന് മാറ്റുവാണ്, എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, സൗമ്യയല്ലേ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞ അവള് പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രസംഗം ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട് വഴക്ക് പറയാൻ വിളിച്ചതായിരിക്കും എന്ന് ഓർത്തു. എന്നിട്ട് ചോദിച്ചു, നിനക്കെന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇനി ഞാൻ പതുക്കെ സിനിമയിലെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഒക്കെ ആ നാട്ടില് ഒരു 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 അവിടെ ഞാൻ പേര് മാറ്റാൻ നിർബന്ധിതനാവുകയാണ്. ഒരു ഒരു LP സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോ ഇവളെന്നോട് പറഞ്ഞത്, അന്ന് ആ LP സ്കൂളിൽ പഠിച്ച ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ നല്ലതായിട്ട് മദ്യപിക്കുമായിരുന്നു. അമ്മയും 2 അനിയത്തിമാരും ഉണ്ടായിരുന്നു. വീട്ടിലെന്നും ബഹളവാ. ഇവന് ഇന്നത്തെ പോലെ നിങ്ങളൊക്കെ സ്കൂളിൽ പോലെ ഊണൊന്നും അല്ല. നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചാൽ അറിയാം. പണ്ട് ഉപ്പുമാവായിരുന്നു സ്കൂളിൽ കേട്ടോ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന പേരൻസിനോടൊന്ന് ചോദിക്കണം. ഉപ്പുമാവായിരുന്നു. അന്ന് ഉപ്പുമാവ് കിട്ടാൻ വേണ്ടിയാണ് ഇവൻ വരുന്നത്. ഇന്ന് നല്ല ഡ്രസ്സൊന്നുമില്ല. അടുത്ത് വരുമ്പോൾ ഒരു മണമൊക്കെ ഉണ്ട്. കുളിക്കൊന്നുമില്ല. കുളിക്കാനോ എണ്ണ തേച്ച് കുളിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. ഇവനാദ്യം കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. അപ്പം അവളെന്നോട് പറയുവാണ്, അവൻ ഈ പഴയ നിക്കറാ. ഈ നിക്കറിന് ബട്ടൺസാ. ഇപ്പോഴത്തെ പോലെ സിബ് ഒന്നുമല്ല. ഈ ബട്ടൺസ് പൊട്ടിക്കഴിഞ്ഞ് തയ്ച്ചു കൊടുക്കാനൊന്നും ആളില്ല. അവൻ എപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തിയൊക്കെ പിടിച്ചൊക്കെ നടക്കും. അതൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ, അല്ലെങ്കിൽ കൂടെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇവനെ കളിയാക്കും. അതുകൊണ്ട് ഇവൻ അങ്ങനെ മൂലയ്ക്കിരിക്കും. എന്നിട്ട് ഈ പേപ്പർ കൊടുക്കുമ്പോഴത്തേക്കും അധ്യാപകർ ഒരു ക്രൂരതയാണല്ലോ. ഞാനങ്ങനെ ചെയ്യാറില്ല. മാർക്ക് കുറവുള്ളവർക്ക് വിളിച്ചിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഒരു ഒരു ചോദ്യമുണ്ട് അല്ലേ? ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീയൊക്കെ എന്ത് കാണാൻ വേണ്ടിയാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്? ഉപ്പുമാവ് തിന്നാൻ വേണ്ടിയാണോ? എന്ന് ചോദിക്കും. ഇവനൊന്നും മിണ്ടിയേല. തിരിച്ചു പോകും. ഇവരൊക്കെ LP സ്കൂളൊക്കെ കഴിഞ്ഞു. പലരും പല സ്കൂളിലേക്ക് UPയിലും ഹൈസ്കൂളിലും ഒക്കെ ആയിട്ട് പോയി. ഇവനും ആ നാട്ടീന്ന് പോയി. എവിടെ പോയിന്നറിയില്ല. അപ്പം ഓർക്കൂട്ടും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വന്നു. ബാക്കി എല്ലാരും തമ്മിലൊക്കെ പരിചയമായി. ഇവനെക്കുറിച്ച് ആരും ചോദിച്ചുമില്ല. ഇവനെക്കുറിച്ച് മിണ്ടിയില്ല. ഇനി നമുക്ക് പതുക്കെ സിനിമ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. പ്രസന്റിലേക്ക് കൊണ്ടുവരാം. അന്ന് ആരും മിണ്ടാതിരുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയ മണമൊക്കെ അടുത്ത് വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ചെറുക്കനാണ് ഇന്ന് എന്റെ സുഹൃത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞ് ഒരുമിച്ച് അവിടെ പോയി നിന്ന് ചായ കുടിച്ചു. ഇവർ ചായ കുടിച്ചപ്പം ഇവർ എന്റെ ഫ്രണ്ടിന്റെ പല ഓഫീസേഴ്സും തൊട്ടടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്ത് അവൻ പറഞ്ഞു, എന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കണം കേട്ടോ എന്ന് പറഞ്ഞ് യാത്രയായി.
ഞാൻ പറഞ്ഞു സന്തോഷമായില്ല, ഇനിയിപ്പോ ട്രാൻസ്ഫർ ഒക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ, ഇഷ്ടമുള്ള സ്ഥലത്തോട്ടൊക്കെ കിട്ടുമല്ലോ, എനിക്ക് ഇനി യാത്ര ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. കുറച്ചു നേരം മിണ്ടാതിരുന്നതിന് ശേഷം എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിനക്കൊരു കാര്യം അറിയാമോ, ഞങ്ങളുടെ വീട്ടില് 2 പെൺകുട്ടികളായിരുന്നു. എന്റെ അച്ഛൻ സാധാരണ ഒരു കടയൊക്കെ ആയിരുന്നു. വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെ ഒരുവിധമൊക്കെ പഠിപ്പിച്ചു. എന്റെ ചേച്ചി നല്ല കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് ജോലിയായി. ഞാനും ഇപ്പോ ഗവൺമെന്റ് സർവീസിലൊക്കെ ആയി. പക്ഷേ ഞാൻ ഓർക്കുമായിരുന്നു അവന്റെ കാര്യം. നമുക്കൊക്കെ കിട്ടിയതിന്റെ പകുതിയുടെ പകുതി, അല്ലെങ്കിൽ എന്താ പറയുന്നേ, 100-1 സാഹചര്യം അവനില്ലായിരുന്നു. അവൻ ഇന്ന് എവിടെയാ ഇരിക്കുന്നത്? സത്യം പറഞ്ഞാൽ അത് പറഞ്ഞപ്പോ എന്റെ സുഹൃത്തിന്റെ മനസ്സിൽ ഒരിക്കലും ഒരസൂയയല്ലായിരുന്നു. പലപ്പോഴും ഞാൻ ചെയ്യാൻ സാധിക്കാത്ത, അയ്യോ എനിക്ക് ചെയ്യാമായിരുന്നു എന്നുള്ള, ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വേദനയാണ്. ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത്, ഇന്ന് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ചാൻസ് ആണ്. ഇത് നിങ്ങളുടെ അവസരമാണ്. ഈ അവസരം നിങ്ങൾ നന്നായി ഉപയോഗിക്കുക. നിങ്ങളൊരു ക്രാഷ് കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുക. ചിലപ്പോൾ ഇത് നിങ്ങളുടെ, ചിലപ്പോഴെന്നല്ല കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരുന്ന, പുതിയൊരു അവസരം തരുന്ന ഒരു കാര്യമായിരിക്കാം. മോട്ടിവേറ്റ് ചെയ്യുകയല്ല കേട്ടോ. ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, സമയപരിമിതി കൊണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സിനിമയുണ്ട്, ഗോധ. ഗോധയിൽ ഒരു സീനുണ്ട്. ആ സീനിൽ ടൊവിനോയോട് രഞ്ജി പണിക്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ അജിത്തിനെ ഓർക്കുന്നുണ്ടോ? പണ്ട് സ്കൂളിൽ നീ അവനെ തോപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചതാണ് അവൻ. നമുക്കൊക്കെ കിട്ടിയതിന്റെ പകുതി സാഹചര്യമുണ്ടെങ്കിൽ ഇന്ന് അവന്റെ കഴുത്തിൽ ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ കിടന്നേനെ. ഞാൻ മോട്ടിവേറ്റ് ചെയ്യുകയല്ല കേട്ടോ, ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നോട് ഒരാൾ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, എന്തിനു വേണ്ടിയാണ് ഈ സുഖമില്ലാത്ത സമയത്തും ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്? ഞാൻ പറയട്ടെ, നിങ്ങൾക്കിതൊരു അവസരമാണ്. നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ കുറച്ചു പേരെ കിട്ടുകയാണ്. ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയ കുറച്ചു പേർ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ട്. ഇതാണ് വഴി, ഇങ്ങനെ പഠിച്ചാൽ മതി, ഈ പോർഷൻ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് അല്ല, ഇത് പാടാണെങ്കിൽ ഇത് പഠിച്ച് സമയം കളയേണ്ട, ആ സമയം കൊണ്ട് എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇത് പറഞ്ഞു തരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മനോരമ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അഞ്ജലി മാം നിങ്ങളോട് തീർച്ചയായും സംസാരിക്കും, ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഞാനൊന്ന് പറയട്ടെ, വേണ്ട എന്ന് പറയാൻ ഒത്തിരി എക്സ്ക്യൂസ് ഉണ്ട് കേട്ടോ. ഈ സ്ലൈഡ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒത്തിരി പാറമടകളുണ്ട്. ഈ പാറമടയ്ക്കകത്ത് തമറടിക്കുക എന്ന് പറയും. ചെറിയ ഹോളാ, അതിനകത്തിട്ട് വെടിമരുന്ന് വെച്ചിട്ടാണ് ഈ പാറമട പൊട്ടിക്കുന്നത്. ആ ഹോളിനകത്തൂടെയാണ് ഈ ചേമ്പ് കയറി വന്നത്. വേണമെങ്കിൽ ഈ ചേമ്പിന് പറയാൻ മേലായിരുന്നോ, അയ്യോ എന്നാ വലിയ പാറയാ, എന്റെ ജീവിതം തീർന്നു. നോ. ഹയർ സെക്കൻഡറി ഒരു മാർക്ക് വാങ്ങിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരവസരം മാത്രമാണ് ഈ സൂമിലൂടെ നമ്മൾ പറയുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് തീർച്ചയായും I'm sure that everybody got the required വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു സോ മച്ച്. ഐ എം ഷുവർ ദറ്റ് ഓൾ കിഡ്സ് ഹാവ് എൻജോയ്ഡ് ലിസ്ണിംഗ് ടു യു. പിന്നെ ഈ പറഞ്ഞ പോലെ നീറ്റ് ആൻഡ് കീം എങ്ങനെയാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തന്നെ സാർ പറഞ്ഞു തന്നു. അപ്പൊ ഒന്നും ഇമ്പോസിബിൾ അല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷനിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ആൻഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോ സാറിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, സാറിന് സമയപരിമിതി ഉള്ളത് കൊണ്ട് സാറിന് സെഷനിൽ കൂടുതൽ സമയം ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലാരിഫൈ ചെയ്യാനും അതിനെ കുറിച്ച് സംസാരിക്കാനും നമ്മളുടെ ട്യൂട്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്.
ബട്ട് അതല്ലാതെ സർ ഒരു 5 മിനിറ്റ്സും കൂടെ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് സാറിന്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ഈ 5 മിനിറ്റ്സിൽ ചെയ്യാം. അതല്ല നീറ്റ് ആൻഡ് കീം റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് ട്യൂട്ടേഴ്സിന്റെ അടുത്ത് സംസാരിക്കാം. സോ ദ ഫ്ലോർ ഇസ് ഓപ്പൺ. യാ ഓക്കെ അഞ്ജലി, ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് നീറ്റ് കീം റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ടീമുണ്ട്, അവരോടൊന്ന് ചോദിക്കുക. ഞാൻ ഉള്ളത് പറയാമല്ലോ. ഞാനിപ്പം ഏകദേശം 1 hour ആയി, നിങ്ങൾക്കറിയാമല്ലോ, നല്ല ടയേർഡായി. വേറെ എന്തെങ്കിലും ജനറൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. ട്രെയിനിങ്ങിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളത് തുറന്നു പറയാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഞാൻ തീർച്ചയായിട്ടും സൈൻ ഔട്ട് ചെയ്ത് പോവില്ല. ഞാൻ ഉണ്ടാകും നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നീറ്റ് കീം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അഞ്ജലി മാം നിങ്ങളായിരിക്കും കുറച്ചും കൂടെ എന്നെക്കാളും ആപ്റ്റ് എന്റെ ഈ ഹെൽത്ത് വെച്ച് നോക്കുമ്പോ. ഓക്കെ, ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് നീറ്റ് ആൻഡ് കീമിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ഡൗട്ടുകൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. നമ്മളുടെ ട്യൂട്ടേഴ്സ് എല്ലാവരും സാറ് പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് നീറ്റ് ആൻഡ് കീം ട്യൂട്ടറിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ നിങ്ങളുടെ കീം ഓർ നീറ്റ് ക്രാക്ക് ചെയ്യിക്കാം എന്നുള്ളതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എങ്ങനെ ഇത് പോസിബിൾ ആണോ എന്നുള്ളതിന്റെ ഉത്തരം സാർ ഓൾറെഡി പറഞ്ഞു. ഇമ്പോസിബിൾ ആയിട്ടുള്ളത് ഒന്നും ഇല്ല എന്നുള്ളത്. എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്, എന്ത് ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്, അതെല്ലാം ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്യൂട്ടേഴ്സ് ഉണ്ട്. നമ്മൾ അബ്ദുൾ ആണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ മനോരമ ഹൊറൈസന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അബ്ദുൾ ആണ് നമ്മളുടെ മാത്സിന്റെ ട്യൂട്ടറിംഗ് ടീമിനെ ലീഡ് ചെയ്യുന്നത്. ഷാജബീൻ ആണ് ബയോളജി ട്യൂട്ടറിംഗ് ടീമിനെ ലീഡ് ചെയ്യുന്നത്. തോമസ് ആണ് ഫിസിക്സ് ടീമിനെ ലീഡ് ചെയ്യുന്നത്. കെമിസ്ട്രി ടീമിൽ നിന്ന് സൂര്യ ഉണ്ട്. അപ്പോ ഫ്ലോർ ഇസ് ഓപ്പൺ, പ്ലീസ് ഡു സ്പീക്ക് അപ്പ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ചാറ്റ് ബോക്സിൽ തന്നെ ഇടണം എന്നില്ല. ഓക്കെ, എല്ലാവരും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ജലി. BS നഴ്സിംഗിന്റെ കാര്യത്തിൽ അതിനൊരു കീം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിന്റെ ഡിസിഷൻ വരുന്നേ ഉള്ളൂ കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യം കേട്ടോ, അതിന്റെ വരുന്നേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം അതിന്റെ ആ രജിസ്ട്രേഷന്റെ സമയമാകുമ്പോൾ വരും. ഓക്കെ, പ്ലീസ്. സർ, ഈ ഇയർ കീം എപ്പോഴാ ഡേറ്റ് വല്ലതും ഫിക്സ് ആയോ? കീമിന്റെ ഒഫീഷ്യൽ ഡേറ്റ് ആയിട്ടില്ല. ടെന്റേറ്റീവ് ഡേറ്റ് വരുന്നത് മെയ് 10-നും മെയ് 15-നും ഇടയ്ക്കായിരിക്കും ടെന്റേറ്റീവ് ആയിട്ട്. യൂഷ്വലി കഴിഞ്ഞ വർഷവും അതിന് മുൻപുള്ള വർഷങ്ങളിലും നടന്നത് ആ ഒരു ടൈമിലാണ്. അപ്പോൾ എപ്പോഴും കീമിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതും നമ്മുടെ ഹയർ സെക്കൻഡറി എക്സാം നടക്കുന്ന അല്ലെങ്കിൽ നടന്ന് തീരാൻ പോകുന്ന ആ ഒരു വീക്കിലായിരിക്കും കീമിന്റെ ഡേറ്റ് അവർ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ സർ. സർ, ഈ കീം ഓൺലൈൻ ആണല്ലോ, അന്നേരം ഈ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷനകത്തും ഈ ക്വസ്റ്റ്യന്റെ എണ്ണം കുറയത്തില്ലേ? അതെങ്ങനെ പറയാൻ പറ്റുമോ? പാറ്റേണിൽ വ്യത്യാസമൊന്നുമില്ല. CBT മോഡൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്നേ ഉള്ളൂ. നിങ്ങൾ പേന വെച്ച് നമ്മൾ റൗണ്ട് ചെയ്യുന്ന OMR ഷീറ്റിൽ റൗണ്ട് ചെയ്യുന്നതിന് പകരം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇപ്പൊ പല ആപ്പുകളിലും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പാറ്റേൺ സെയിം തന്നെയാണ്. 120 ചോദ്യം മാത്സിലും 120 ചോദ്യം ഫിസിക്സും കെമിസ്ട്രിയിലും. അതിൽ ടീമിനായിട്ട് വരുമ്പോൾ 72 ചോദ്യം ഫിസിക്സിലും 48 ചോദ്യം കെമിസ്ട്രിയിലും. പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ സാർ, ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നല്ലോ JEE മെയിൻ മോഡലിൽ ക്വസ്റ്റ്യന്റെ എണ്ണം കുറയ്ക്കും എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല, ഒഫീഷ്യലായിട്ട് അതിനൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. സാധാരണ ഞാൻ പറഞ്ഞതുപോലെ കീമിന്റെ വരുന്നത് അല്പം ലേറ്റ് ആയിട്ടാണ്. എക്സാമിന്റെ സമയം ഏതാണ്ട് അടുക്കുമ്പോൾ മാത്രമേ അവർ അത് റിലീസ് ചെയ്യാറുള്ളൂ, ആ നോട്ടിഫിക്കേഷൻ. ഗുഡ് ഈവനിങ് സർ. സർ, എന്റെ ഡൗട്ട് നമ്മുടെ അവൈലബിൾ സീറ്റ്സിനെ കുറിച്ചൊന്ന് ഒരു ഐഡിയ തരാമോ? ഓൾ ഇന്ത്യ കോട്ട, കേരള കോട്ട എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചില നീറ്റ് ഡിവിഷൻസ് ഉണ്ടല്ലോ, നീറ്റിനെ പറ്റിയിട്ടാണെങ്കിൽ ഞാൻ മാത്സിന്റെ ട്രെയിനറാണ്. സോ നീറ്റിന്റെ ഐ തിങ്ക് ഷാജബീൻ ഇസ് ദേർ, സോ ഷീ വിൽ ബി ഏബിൾ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. Okay. Yeah, good evening everyone. Sir, can you hear me? Yes. Yeah. Yes. അപ്പോൾ നീറ്റിന്റെ നമ്മ ഓവറോൾ ഇന്ത്യ ആയിട്ട് പറഞ്ഞാൽ 45,000 സീറ്റ്സ് ആണ്. ഇവിടെ ഉള്ളത് 50 lakh സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യും. സോറി,
and then 45,000 seats ആണ് അവിടെ ഉള്ളത് overall ഇന്ത്യയിൽ. In Kerala, if you say നല്ല government college ലേക്ക് admission കിട്ടാനാണെങ്കിൽ you have to get rank under 2000 at least. ഓക്കെ. ഓൾ ഇന്ത്യ സീറ്റ്സ് ആണെങ്കിൽ എത്ര റാങ്കിനുള്ളിൽ വരണം? All India seats, if you are aiming for AIMS, like AIMS Delhi ഒക്കെ ആണെങ്കിൽ പിന്നെ 7-10 marks കിട്ടിയാലും കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. But if you are looking for other government college, under 5,000, you will get the seat there. ഓക്കെ. മാഡം പറഞ്ഞിരുന്നു 45,000 സീറ്റ്സ് ഉണ്ടെന്ന്. അപ്പൊ അത് ഈ 45,000 താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പാണോ? മെഡിക്കൽ ഫീൽഡ് ഫോർ MBBS കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി ഇനി പിന്നെ സർ പറഞ്ഞ അനുസരിച്ച് BHMS ഉണ്ട്, BAMS ഉണ്ട്, ദാറ്റ് ഈസ് ഹോമിയോപ്പതി, ആയുർവേദ കൂടുതൽ സ്കോപ്പ് ആണ് ഹോമിയോന്റെ കാട്ടി. MBBS കിട്ടാനാണെങ്കിൽ എത്ര റാങ്കിനുള്ളിൽ വരണം? Yes, MBBS കിട്ടാനാണെങ്കിൽ 2,000 at least to get in good medical colleges. 2,000 റാങ്കിന്റെ ഉള്ളിൽ തന്നെ വേണം. At least you get in good medical colleges. ഓക്കെ, താങ്ക് യു. മാർക്സിന്റെ കേസിൽ പറയുമ്പോൾ 720 ആണല്ലോ ടോട്ടൽ മാർക്സ്. സോ 650 അറ്റ്ലീസ്റ്റ് കിട്ടണം. 650 കിട്ടിയാൽ നല്ല ഗവൺമെന്റ് കോളേജസിന് കിട്ടും. പിന്നെ ഉള്ളത് കട്ട് ഓഫിനെ ബേസ്ഡ് ആയിരിക്കും. ഇപ്പോൾ പേപ്പർ ഈസി ആണെങ്കിൽ കട്ട് ഓഫ് പെർസെൻറ്റേജ് ഹൈ ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് മാർക്സ് പിന്നെ ഇനി കൂടാനുള്ള സാധ്യത ഉണ്ടാവും. അഡ്മിഷൻസ് കിട്ടാനുള്ള റഷ് ഇനി കൂടും. ഓക്കെ. BDS അഡ്മിഷൻ കിട്ടാൻ എത്ര റാങ്കിനുള്ളിൽ വരണം? ഓക്കെ, താങ്ക് യു. യെസ് സർ, എനിക്ക് തോന്നുന്നു ഷാജിബിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ഇയറിലെയും കട്ട് ഓഫിനെ വെച്ചിട്ടും അതിന്റെ ഇതനുസരിച്ചിട്ടും ഇരിക്കും. സോ ആസ് ഷീ സെഡ്, 650 പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല മെഡിക്കൽ കോളേജിലെ എൻട്രൻസ് ഇതിൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. എനിബഡി എൽസ്? യാ, എക്സ്ക്യൂസ് മീ മാഡം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഞാൻ BAMS എഴുതാനാണ് എടുക്കാനാണ്. അപ്പൊ മറ്റേ നീറ്റ് ചെയ്ത് എക്സാം അപ്പിയർ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര റാങ്കിനുള്ളിൽ കിട്ടണം? പിന്നെ വേറെ എന്തൊക്കെയാ മാം അതിന്റെ പ്രൊസീജിയർ? നമ്മുടെ കേരളത്തിലാണോ ആയുർവേദത്തിന് സ്കോപ്പ്, അതോ നമ്മുടെ ഔട്ട്സൈഡ് കേരളയാണോ? ഒന്ന് പറഞ്ഞുതരാമോ അതിന്റെ ഡീറ്റെയിൽ പ്രൊസീജിയർ? ഷാജിബീൻ, ആർ യു there in the call? Or Jubia or Atul, could you take this question? Yeah, Anjali, can you hear me? Yes. Yeah. So as I told, ipo MBBS കിട്ടാനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ഗെറ്റ് 650 മാർക്സ്. 720 നിന്ന് 650 കിട്ടണം. പക്ഷേ ആയുർവേദ കിട്ടാനാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ആയുർവേദാനെയാണ് ഇമ്പോർട്ടൻസ് പോവാ. ബിക്കോസ് ഇപ്പോൾ ഓവറോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ആയുർവേദാനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കേരള ഈസ് ഓൾറെഡി ഇറ്റ്സ് വെരി മച്ച് ഫേമസ് ഫോർ ആയുർവേദ. കേരളയിലെ ഏറ്റവും കൂടുതൽ ആയുർവേദാനെ സ്കോപ്പ് ഉള്ളത്. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോമിയോപ്പത്തിന്റെ കാട്ടി കൂടുതൽ ആയുർവേദാനെയാണ് ഫോക്കസ് ചെയ്യുക. അപ്പൊ 650 600 ആ ഒരു ഇതിൽ അടുത്തേക്ക് വന്നാൽ മാർക്സ് നമുക്ക് ആയുർവേദ കോളേജസ് കിട്ടാമെന്ന് ഈസി ആയിരിക്കും. താങ്ക് യു മാം. If there are any more doubts, നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഡൗട്ട്സ് അയക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിലോട്ടാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. സാറ് പറഞ്ഞതുപോലെ മനോരമ ഹൊറൈസൺ മലയാള മനോരമയുടെ എഡ്യൂക്കേഷൻ പോർട്ടലാണ്. മനോരമ ഹൊറൈസൺ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മാർച്ച് 15 ക്രാഷ് കോഴ്സ് സ്കീമിന്റെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നീറ്റിന്റെ പോർഷൻസ് നിങ്ങളുടെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഒരു 6 to 7 hours വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങളുടെ എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. ഈ ലൈവ് ക്ലാസ്സുകൾ അജിത് സാർ പറഞ്ഞതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളായിരിക്കും. അതിൽ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നീറ്റ് ആൻഡ് ടീമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും പരമാവധി നിങ്ങളെ കൊണ്ട് തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. പിന്നെ അന്നെടുത്ത പോർഷൻസിന്റെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അന്നന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ക്ലാസ് എടുത്തിട്ട് മാത്രം കാര്യമില്ല. അതിലെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾ എൻട്രൻസ് ആണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, ബോർഡ് എക്സാം അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള, ഏറ്റവും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ഡെയിലി.
വീക്ക്ലി മോഡൽ പേപ്പറുകൾ ഉണ്ടാവും. പിന്നെ ബൈ അറ്റ് ദി എൻഡ് ഓഫ് ദ കോഴ്സ് നിങ്ങൾക്ക് നീറ്റ് ആൻഡ് കീമിന്റെ മോഡൽ വരുന്ന ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോഡൽ പേപ്പറുകളും, അതായത് ഡെയിലി ടെസ്റ്റ് പേപ്പർ, പിന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, പിന്നെ മോഡൽ പേപ്പറുകൾ വിച്ച് ഇസ് വി ക്യാൻ അഷ്യൂർ ദാറ്റ് ഇത് നിങ്ങൾ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റ് ആൻഡ് കീമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിൽ കൂടെ മെന്റർഷിപ്പ്, സാർ പറഞ്ഞത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള വാക്കാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണ്ടത് മെന്റർഷിപ്പ് ആൻഡ് റൈറ്റ് ഗൈഡൻസ് ആണ്. അത് ഈ കോഴ്സിൽ കൂടെ കിട്ടുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് manoramahorizon.com കിട്ടും. ഞാൻ അതിന്റെ പേജിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. പിന്നെ അത് പേജിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഷീറ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. അതിൽ നിങ്ങളുടെ പേര് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മനോരമ ഹൊറൈസണിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ആക്ച്വലി ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. ഞാൻ ഇവിടെ പ്രസന്റും ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എ സെക്കൻഡ്. അതുപോലെ കീമിന് ഈ വർഷം ഓൺലൈൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ആ ഓൺലൈൻ നിങ്ങൾക്ക് എക്സാമിന് CBT മോഡലിൽ തന്നെ സഹായിക്കുന്ന ഒരു മോഡ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഡെയിലി ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാക്കേജിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അന്നന്ന് പഠിക്കുന്ന ടോപ്പിക്കുകളിൽ അന്നന്ന് ആ ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതാത് ദിവസങ്ങളിലും ആ ആഴ്ചയിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സിനെ കവർ ചെയ്തുകൊണ്ട് ആ കംപ്ലീറ്റ് വീക്കിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ ആയിട്ട് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതേ പാറ്റേണിൽ കീമിന്റെയും നീറ്റിന്റെ അതേ പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്യുന്ന മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ മോഡൽ പേപ്പറും. സോ ഇതെല്ലാം കംപ്ലീറ്റ് ഓൺലൈൻ മോഡൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ അവിടെ ഒരു പുതുമ നിങ്ങൾക്കൊരു തോന്നത്തില്ല, ഇതെന്താണ്, ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. സോ ഇറ്റ് വിൽ ബി കമ്പാരിറ്റീവ്ലി വെരി ഫെമിലിയർ ടു യു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ട് പരിചയപ്പെടുന്ന ഒരു രീതിയിലോട്ട് നിങ്ങൾക്ക് എക്സാം എടുക്കുമ്പോൾ മാറും. ഓക്കെ, ഇതാണ് ഫീച്ചേഴ്സ്. അപ്പോ 270 hours ഓഫ് ലൈവ് ക്ലാസ്സസ് കിട്ടുന്നുണ്ട്. നീറ്റ് ആൻഡ് കീം കമ്പൈൻഡ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 45 ഡേയ്സിന്റെ ഡെയിലി ടെസ്റ്റുകളും വീക്ക്ലി ടെസ്റ്റുകളും മോഡൽ പേപ്പറുകളും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് സാർ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. പിന്നെ ഡൗട്ട് സോൾവിങ്, നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ഡൗട്ട് സോൾവ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ 24/7 സപ്പോർട്ട് ഉണ്ടാവും. വെറും നമ്മൾ കീമിന്റെയും നീറ്റിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൈസിങ് 5,000 rupees ആണ്. നീറ്റ് ആൻഡ് കീം പാക്കേജ് എടുക്കുവാണെങ്കിൽ 6,000 rupees ആണ് നിങ്ങൾക്ക് പ്രൈസിങ് വരുന്നത്. പിന്നെ ഇപ്പോ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ക്ലാസ് ഇത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് ബിഫോർ യുവർ ബോർഡ് എക്സാംസ്, ഞങ്ങളുടെ അൺലിമിറ്റഡ് ആക്സസ് ടു 11th and 12th ബോർഡ് ലെക്ചേഴ്സും അതിന്റെ എല്ലാ പരീക്ഷകളുടെയും അല്ലെങ്കിൽ എല്ലാ കണ്ടന്റ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അത് നിങ്ങളുടെ ബോർഡ് എക്സാം കഴിയുന്നത് വരെ മാർച്ച് 1st വീക്ക് വരെ അതിന്റെ ഒരു വാലിഡിറ്റി ഉണ്ടാവത്തുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ അതിപ്പോ നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും ബോർഡ് എക്സാംസിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും ചാപ്റ്റർ ടെസ്റ്റുകളും പിന്നെ ബാക്കിയുള്ള ചാപ്റ്റർ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ്. ഒന്നുകൂടെ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഒന്നുകൂടെ ചെക്ക് ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ചസ്. ഫീസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 5,000 rupees ആണ്. കീം ആൻഡ് നീറ്റ് സെപ്പറേറ്റ് ഓരോ കീം പാക്കേജ് അല്ലെങ്കിൽ നീറ്റ് പാക്കേജ് എടുക്കുവാണെങ്കിൽ, കീം ആൻഡ് നീറ്റ് കമ്പൈൻഡ് ആയിട്ട് എടുക്കുവാണെങ്കിൽ 6,000 rupees ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടോ? Okay, then thank you so much. I think we have had a very fruitful session, and thanking all of you for joining and all the best for your board exams. And NEET and KEEMന് എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു all the best, and looking forward to see you in our course also. So make the best use of the resources that are available, as sir said. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ആൻഡ് അജിത് സർ ഒന്നുകൂടെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ എൻലൈറ്റനിങ് അവർ കിഡ്സ് ആൻഡ് എൻലൈറ്റനിങ് ആസ് വെൽ. താങ്ക് യു സോ മച്ച് സർ. Manorama Horizon, learning made simple.